warm welcome and very good evening to everyone. നമ്മുടെ മാജിക് ഇംഗ്ലീഷിന്റെ ഫ്രീ സെഷൻ ഒരുപാട് നാളത്തെ ഗ്യാപ്പിന് ശേഷം റീസ്റ്റാർട്ട് ചെയ്യാണ്. ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിങ്ങനെ സംവദിച്ചു പോയിരുന്നത്. സോ പലരും പലപ്പോഴായിട്ട് മാറിയും തിരിഞ്ഞും കണക്റ്റഡ് ആവുന്നതുകൊണ്ട് നമുക്കൊരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരു ക്ലാസ്സിന്റെ തുടർച്ച നേരത്തെ എപ്പോഴും കണക്ട് ആവുന്നവർ ഒരുമിച്ചാവുന്ന സമയത്താണ് നമുക്ക് കൃത്യമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക. ഇപ്പൊ ഉള്ളവരും അതുപോലെ നിങ്ങൾ പരമാവധി ഈ ഒരു സർവീസ് പ്രയോജനപ്പെടും എന്ന് തോന്നുന്നവരിലേക്കും ഷെയർ ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ. എല്ലാ സൺഡേസിലും പരമാവധി സൺഡേസിലെല്ലാം 7:30 to 8:30 സൂം സെഷൻ ഉണ്ടാകും എന്ന് അറിയിക്കാം. ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ അധിക പേർക്കും മിസ്റ്റേക്സ് വരാറുള്ള ഒരു കാര്യം തന്നെയാണ്. അതിനകത്ത് ചില ഏരിയാസ് ഒക്കെ നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും, ചിലതിനകത്ത് കൺഫ്യൂഷൻസ് ഉണ്ടാകും. ക്ലാരിഫിക്കേഷൻസ് നീഡഡ് ആയിട്ടുള്ള ഏരിയാസ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, അത്രയേ ഉള്ളൂ. ആദ്യം നിങ്ങൾക്ക് അറിയുന്നതിൽ നിന്ന് നമ്മൾക്കൊന്ന് പരിശോധിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകാം. സിമ്പിൾ ആയിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. സിമ്പിൾ, വെരി സിമ്പിൾ. സോ യു ഹാവ് ടു ഇന്ററാക്ട് വിത്ത് മീ ആൻഡ് കോപ്പറേറ്റ് വിത്ത് മീ. Yeah, this is me, Shapna Sharuk, and let's get started. ആരെങ്കിലും ഇപ്പോ സ്മിതേച്ചി, നന്നു, വേറെ ആരൊക്കെയാ? റെസ്പോണ്ട് ചെയ്യൂ ട്ടോ, റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ, നമുക്ക് വെറുതെ സമയം കളയണ്ട. കണക്റ്റഡ് ആയിട്ടുള്ളവര് ഇംഗ്ലീഷ് സംസാരിക്കാനും കാര്യങ്ങൾ ഗ്രഹിക്കാനും വേണ്ടിയിട്ടാണ് കണക്റ്റഡ് ആവുന്നതെങ്കിൽ തീർച്ചയായിട്ടും റെസ്പോണ്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ആഗ്രഹിച്ചതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കില്ല എന്നറിയാലോ. സോ ഇംഗ്ലീഷ് സംസാരിക്കുക, ഇംഗ്ലീഷിൽ കാര്യങ്ങളെ കുറിച്ച് ഒരു ധാരണ വരുത്തുക എന്നുള്ളത് നിങ്ങളുടെ ഡിസിഷൻ ആയിട്ട് മാറണം. ഇറ്റ്സ് നോട്ട് ഓഫ് എന്താ പറയുന്ന ഒരു വിഷ് മാത്രമായിട്ട് ഒതുങ്ങരുത് കേട്ടോ. ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും, സ്വപ്നം എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ അത് സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ നമ്മളൊരു ശ്രമം നടത്തണ്ടേ. അപ്പൊ ഇങ്ങനെ ഒരു ഫ്രീ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ലഭിക്കുമ്പോൾ നിങ്ങൾ അത് യൂട്ടിലൈസ് ചെയ്യുക. എളുപ്പമുള്ള കാര്യങ്ങളാണ്, അറിയുന്നതാണ് ചോദിക്കുന്നത്, അറിയാത്തത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് പോവാം. അറിയുന്ന കാര്യങ്ങളിലേക്ക് അറിയാത്തത് കൂടെ ആഡ് ചെയ്ത് പോവാം. ഓക്കെ, ഉണ്ട് എന്നുള്ളതിന് എന്താണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്? എന്തെല്ലാം പറയാം ഉണ്ട് എന്നുള്ളതിന്? നിങ്ങളുടെ ധാരണ ഒന്ന് അറിയട്ടെ. ഉണ്ട് എന്നുള്ളതിന് ഇംഗ്ലീഷിൽ പറയുന്ന വാക്കുകൾ ഏതെല്ലാമാണ്? പറഞ്ഞോളൂ, മൈക്ക് ഓൺ ചെയ്ത് സംസാരിച്ചോളൂ. ഉണ്ട്. പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്താൽ നമുക്ക് കാര്യങ്ങൾ കൃത്യസമയത്ത് ക്ലോസ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഞാൻ മറ്റുള്ളവർ പറയട്ടെ എന്ന് വെച്ചിട്ട് നിൽക്കുവാണേ. സ്മിതേച്ചിയാണോ? അതെ അതെ, അവര് പറയട്ടെ വെച്ചിട്ടാണ്. പറഞ്ഞോളൂ, റെസ്പോണ്ട് ചെയ്തോളൂ. നന്നു, മൈക്ക് ഓൺ ചെയ്ത് വെച്ചോളൂ. ചോദിക്കുന്ന സമയത്ത് റെസ്പോണ്ട് ചെയ്യാലോ. നിങ്ങൾ പറയൂട്ടോ, എങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഹാവ് എന്നാണ്. ഹാവ് കേട്ടിട്ടുണ്ടോ? ഹാവ് എന്ന് പറയും, ഹാസ് എന്ന് പറയും, പിന്നെ there is, there are എന്നൊക്കെ പറയും. അതൊരു വാചകത്തിന്റെ ആരംഭത്തിലാണ്. അതിനെ കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. പിന്നീട് ഒരു അവസരത്തിൽ മാജിക് ഇംഗ്ലീഷിന്റെ സെഷനിലൂടെ എക്സാമ്പിൾസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഹാവ് ആൻഡ് ഹാസ് സിമ്പിൾ ആണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ ഹാവ് ആൻഡ് ഹാസ്? ഹാവ് എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നാണ് അർത്ഥം, ഹാസ് എന്ന് പറഞ്ഞാലും ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ ഈ ഹാവും ഹാസും ഉപയോഗിക്കുന്നതില് എവിടെയാണ് അത് ഉപയോഗിക്കുന്നത്, എവിടെയാണ് വ്യത്യാസം? എന്താ? ഹാവിന്റെ അർത്ഥവും ഹാസിന്റെ അർത്ഥവും ഒന്നാണ്. പിന്നെ എവിടെയാ അപ്പൊ അത് ഉപയോഗിക്കുക? എവിടെയാ മാറ്റം? ഹാവ് എവിടെയാ ഉപയോഗിക്കുന്നത് ആൻഡ് ഹാസ് എവിടെയാണ്? യു ഹാവ് ടു സ്പീക്ക് ഔട്ട്. പറഞ്ഞോളൂ, റെസ്പോണ്ട് ചെയ്യൂ. കണക്റ്റഡ് ആയിട്ടുള്ളവർ റെസ്പോണ്ട് ചെയ്യൂ. 7:37. നമ്മുടെ ടൈം വെറുതെ കളയരുത്. നമുക്ക് കാര്യങ്ങൾ എവിടെ എത്തിയിട്ടില്ല, സ്റ്റാർട്ട് ചെയ്യണേ ഉള്ളൂ. പെട്ടെന്നാവട്ടെ. Why don't you respond? ഹാവ് എന്ന് പറയുന്നത് നമ്മൾ ബഹുവചനമായിട്ടാണ് പരിഗണിക്കുക കേട്ടോ. ഹാവ്, ഐ ഹാവ്, യു ഹാവ്, ദേ ഹാവ്, വി ഹാവ്. അയ്യോ ദേവി എന്ന് പറയും. ഐ ഹാവ്, യു ഹാവ്, ദേ ഹാവ് ആൻഡ് വി ഹാവ്. ഇതിന്റെ കൂടെയൊക്കെ ഹാവ് ആണ്, ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി ഹാസ് ആണെങ്കിൽ ഏകവചനാണ്. അത് ഹാവ് എന്ന് പറയുമ്പോൾ ബഹുവചനായിട്ട് പറയുന്നത് മാതിരി ഹാസിനെ നമ്മൾ ഏകവചനായിട്ടാണ് പരിഗണിക്കുന്നത്. ഹാസ്.
ഞാൻ പറയുന്നത് കേൾക്കാലോ അല്ലെ? കേൾക്കാത്തതുകൊണ്ടാണോ? കേൾക്കാലോ? Am I audible? യെസ്, യു ആർ ഓഡിബിൾ. ഓക്കെ. സ്മിത ചേച്ചി അല്ലാതെ വേറെ ആരാണ് അവിടെ ഉള്ളത്? സ്മിത ചേച്ചിക്ക് ആരും അത്യാവശ്യം അതുകൊണ്ടാണ് ഞാൻ റെസ്പോണ്ട് മിണ്ടാത്തത്. യെസ് യെസ്. റെസ്പോണ്ട് ചെയ്താലേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞു പോവാണേ. റെസ്പോണ്ട് ചെയ്താൽ നന്നായിരിക്കും. കേട്ടോണ്ടിരുന്നാൽ നമ്മൾ കേൾക്കാൻ ഇഷ്ടം പോലെ അവസരങ്ങളില്ലേ? യൂട്യൂബിലുണ്ട്, ധാരാളം ക്ലാസ്സുകളുണ്ട്, എല്ലാം നമ്മൾ കേൾക്കുന്നുണ്ട്. കേൾക്കുന്നതിന് ഒരു കുറവുമില്ല. റെസ്പോണ്ട് ചെയ്യുന്നതിനാണ് പ്രശ്നം. മിസ്റ്റേക്സ് വന്നാൽ ഒരു കുഴപ്പമില്ല, കറക്റ്റ് ചെയ്യാൻ ഇവിടെ ഉണ്ട്, റെഡിയാണ്. സോ യു ഹാവ് ടു സ്പീക്ക് ഔട്ട്. കമോൺ. SRK കണക്റ്റഡ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് മൈക്ക് ഓൺ ചെയ്തിട്ട് എത്ര പേര് കണക്റ്റഡ് ആണ് എന്നും പേരൊന്ന് പറഞ്ഞാൽ ഉപകാരമായിരിക്കും, കേൾക്കുന്നുണ്ടെങ്കിൽ. ജസീന, സുരേഷ്, വിപിന, അതെ, നന്നു. ആ ആർക്കും റേഞ്ച് ഇല്ലേ? അതോ ഞാൻ പറയണ അങ്ങടേക്ക് കേൾക്കണില്ലേ? മലയാളത്തിലാണല്ലോ പറയണേ. ഇത്ര പേര് ഞാൻ കണ്ടത് കേട്ടോ. കണ്ടിട്ടുണ്ട്. 7 പാർട്ടിസിപ്പൻസ് കാണുന്നു. ഓക്കെ, ഫൈൻ ഫൈൻ ഫൈൻ. നോക്കാം. അപ്പൊ ഞാൻ സംസാരിച്ചു തുടങ്ങുകയാണ്, നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുമെന്ന് വിചാരിക്കണു. എൻഡിങ്ങിലേക്കെങ്കിലും നിങ്ങൾ ഓപ്പൺ അപ്പ് ആവുക കേട്ടോ. ഓക്കെ, റെഡി. ഹാവ് എന്ന് പറഞ്ഞാൽ ഉണ്ട്, ഹാസ് എന്ന് പറഞ്ഞാലും ഉണ്ടെന്നാണ്. ഐ ഹാവ്, യു ഹാവ്, ദേ ഹാവ്, വി ഹാവ്. ഹി ഹാസ്, ഷീ ഹാസ്, ഇറ്റ് ഹാസ്. ഇനിയിപ്പോ ഒരാളുടെ പേരിന്റെ കൂടെയും ഹാസ് ആണ്. ഷപ്ന ആണെങ്കിൽ ഷപ്ന ഹാസ്. നിങ്ങളുടെ പേരിന്റെ കൂടെയും ഹാസ് ആണ്. ഉണ്ട് എന്ന് പറയാൻ നമ്മൾ ഹാസ് ആണ് ഉപയോഗിക്കുന്നത് സിംഗുലറിന്റെ കൂടെ. ബഹുവചനാണെങ്കിൽ ഹാവ് ആണ്. ഇത്രയേ ഉള്ളൂ. ഇപ്പോ ഇത് വെച്ച് നമ്മൾ ചോദ്യം ചോദിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ റെസ്പോണ്ട് ചെയ്താൽ നന്നായിരിക്കും. ഇന്ററാക്റ്റീവ് സെഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് ഇങ്ങനെ ഒരു റേഡിയോ പോലെ ഞാൻ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നു, അത് ഒട്ടും ഇഷ്ടമല്ല. സോ യു ഹാവ് ടു ഓപ്പൺ യുവർ മൈക്ക് ആൻഡ് സ്പീക്ക് അപ്പ്. ഓക്കെ. ഉണ്ടോ എന്ന് നമുക്ക് ചോദിക്കണം. ഉണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ പോരല്ലോ. ഉണ്ട് എന്ന് നമ്മൾ പറയണമെങ്കിൽ ഉണ്ടോ എന്ന് നമ്മുടെ അടുത്ത് ആരെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടാവണം അല്ലെ? അപ്പോ എനിക്കുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി എങ്ങനെയായിരിക്കാം ചോദിക്കേണ്ടത്? ഇപ്പൊ റെസ്പോണ്ട് ചെയ്യുന്നത് ആരാണെങ്കിലും റെസ്പോണ്ട് ചെയ്യാം, മറ്റൊരാളെ വെയിറ്റ് ചെയ്യണ്ട. അപ്പൊ ബാക്കിയുള്ളവരും വന്ന് തുടങ്ങുമെന്ന് എക്സ്പെക്ട് ചെയ്യാം. എനിക്കുണ്ടോ? ഉണ്ട് എന്ന് പറയാൻ ഐ ഹാവ്. എനിക്കുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ ഒരു ചോദ്യം പറയാം. എനിക്ക് ചോക്ലേറ്റ് ഉണ്ടോ? നീ കുറെ ചോക്ലേറ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, എനിക്ക് ചോക്ലേറ്റ് ഉണ്ടോ? ഉണ്ടോ? എനിക്ക് ചോക്ലേറ്റ് ഉണ്ടോ? എങ്ങനെ ചോദിക്കാം? മൈക്ക് ഓൺ ചെയ്ത് വെക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. ഓഫ് ചെയ്തുകൊണ്ടിരിക്കേണ്ട, അതാണ് ബെറ്റർ. റെസ്പോണ്ട് ചെയ്യുന്നവർ റെസ്പോണ്ട് ചെയ്യുക കേട്ടോ. ഞാൻ പറയുവാണേ, ഐ ഹാവ് ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ എന്റെ കയ്യിൽ ചോക്ലേറ്റ് ഉണ്ടെന്നാണ് അല്ലെ? എനിക്ക് ചോക്ലേറ്റ് ഉണ്ടെന്നാണ്. അപ്പൊ ഉണ്ടോ എന്ന് ചോദിക്കാൻ ഡു ഐ ഹാവ് ചോക്ലേറ്റ്? ഡു ഐ ഹാവ് ചോക്ലേറ്റ്? എനിക്ക് ചോക്ലേറ്റ് ഉണ്ടോ എന്നാണ്. ഡു എന്നുള്ളത് ഫസ്റ്റിൽ വന്നു, സെന്ററിൽ ഐ വന്നു, ലാസ്റ്റിലേക്ക് ഹാവ് വന്നു. അപ്പൊ ഉണ്ടോ എന്നായി അല്ലെ? എനിക്കുണ്ടോ? ഡു ഐ ഹാവ്. നിനക്കുണ്ടോ? ഡു യു ഹാവ്. അവർക്കുണ്ടോ? ഡു ദേ ഹാവ്. ഞങ്ങൾക്കുണ്ടോ? ഡു വി ഹാവ്. ഓക്കെ. അപ്പോ ഐ യു ദേ വി. ഇനി ഐ യു ദേ വി മാത്രല്ല, പ്ലൂറൽ ആയിട്ടുള്ള ബഹുവചനമായിട്ടുള്ള എന്തിന്റെയും കൂടെ നമ്മൾ ഉണ്ടോ എന്ന് ചോദിക്കാൻ അതിന്റെ ഇടതുവശത്ത് ആരെ പിടിച്ചു നിർത്തണം? ഡു. വലതുവശത്തോ? ഹാവിന്. അപ്പോ ഇടം കൈയും വലം കൈയും ആയിട്ട് ഡൂവും ഹാവും ഇങ്ങോട്ട് വന്ന സെൻട്രൽ പോർഷൻസിൽ എവിടെ ആരൊക്കെയാണ്? ഐ യു ദേ വി, അല്ലെങ്കിൽ പ്ലൂറൽ ആയിട്ടുള്ള എന്തെങ്കിലും നൗൺസ്. ആ സമയത്ത് നമുക്ക് എന്താണ്? ഉണ്ടോ എന്ന് അർത്ഥം വരും. ഇതിന്റെ എക്സാമ്പിൾസ് പറയാൻ ആരെങ്കിലും റെഡി ആണോ? ഒന്ന് മൈക്ക് ഓൺ ചെയ്താൽ നന്നായിരിക്കും. കോംപ്ലിക്കേറ്റഡ് അല്ല. ഡു ഐ ഹാവ്? എനിക്കുണ്ടോ? ഡു യു ഹാവ്? നിനക്കുണ്ടോ? ഡു ദേ ഹാവ്? അവർക്കുണ്ടോ? ഡു വി ഹാവ്? ഞങ്ങൾക്കുണ്ടോ? ഇനി ഇത് വെച്ച് നമുക്ക് ഓരോ സെന്റൻസ് ഒന്ന് പറഞ്ഞു നോക്കാം. സ്മിതേച്ചി റെഡി ആണോ? ഡു യു ഹാവ് എ കാർ? ഡു യു ഹാവ് എ കാർ? നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്കൊരു കാർ ഉണ്ടോ? ഓക്കെ, ഡു യു ആയിട്ടുണ്ട്. ഡു ദേ വെച്ചിട്ട് ഡു ദേ ഹാവ് എ ജോബ്? ഡു ദേ ഹാവ് എ ജോബ്?
നിങ്ങൾക്കൊരു ജോലി ഉണ്ടോ? ഓക്കെ, ഇനി ഡു വി വെച്ചിട്ട് Do we ഞങ്ങൾ ആ ആ കമോൺ കമോൺ do we have chil- do ആ we യാ have a യാ house? Have ഡു a വി ഹാവ് ഡു house. വി ഹാവ് എ ഹൗസ് അങ്ങനെയല്ലേ ചോദിച്ചേ? Yes. ഓക്കെ, ഡു വി ഹാവ് എ ഹൗസ്, ഞങ്ങൾക്ക് നമ്മൾക്ക് എന്നൊക്കെ വി പറയാം. അപ്പൊ ഞങ്ങൾക്കൊരു വീടുണ്ടോ, നമ്മൾക്കൊരു വീടുണ്ടോ. ഇത് ആക്ച്വലി ഈ ഒരു ക്വസ്റ്റ്യൻ ഇല്ല. ആ ഇല്ലെങ്കിലും നമ്മൾക്ക് എന്താണ് അതിന്റെ യുക്തി നോക്കണ്ട, ബട്ട് നമ്മൾ അതിന്റെ ഫോമാറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെയാണ്. ഡു ഐ ഹാവ്, ഡു യു ഹാവ്, ഡു ദേ ഹാവ് ആൻഡ് ഡു വി ഹാവ്. ഇസ് ഇറ്റ് ഓക്കെ? ഈ ഒരു പോർഷൻ ഓക്കെയാണ് അല്ലെ? ക്ലിയർ ആണെന്ന് വിചാരിക്കണു. അതുപോലെ നമുക്ക് ഡു വെച്ചിട്ടാണ് നമ്മൾ ഐ യു ദേവി ഉപയോഗപ്പെടുത്തി ചോദിച്ചത്, ഉണ്ടോ എന്ന് ചോദിക്കാൻ. ഇനി നമ്മുടെ ഹാസ് അവിടെ കിടക്കുന്നുണ്ടല്ലേ, ഹാസ് അവിടെ തന്നെ നിന്നോട്ടെ, ഒന്നും ചെയ്യണ്ട. നമുക്ക് ഡൂനെ മാറ്റിയിട്ട് ജസ്റ്റ് എന്താക്കണം, ഡസ് ആക്കിയിട്ട് ഒന്ന് ചോദിക്കണം. അത് എപ്പോഴാ വരികയെന്നറിയോ? ഐ യു ദേവി എന്ന് സെന്ററിൽ നിൽക്കുന്നതിനെ ഒക്കെ മായ്ച്ചു കളയാൻ. മായ്ച്ചോളൂ. ഓക്കെ, ആൻഡ് എന്താക്കി മാറ്റണം? ഹി, ഷീ, ഇറ്റ്, ഷപ്ന. അതുപോലെ ആരുടെയെങ്കിലും ഒരാളുടെ പേര് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അതൊക്കെ ഏകവചനാണല്ലോ. അപ്പൊ ഏകവചനം സെന്ററിൽ നിൽക്കുമ്പോൾ ഇടത്തും വലത്തും ആരാണ് വേണ്ടത്? ശക്തരായിട്ട് നിൽക്കേണ്ടത് ഡസും ഹാവുമാണ്, ഹാസ് അല്ല. ഡസ് പ്ലസ് ഹാവ് ആണ് ഹാസ്. ഓക്കെ, ഡു പ്ലസ് ഹാവ് ആണ് ഹാവ്. ഡു പ്ലസ് ഹാവ് ആണ് ഹാവ്. ചോദ്യാക്കുന്ന സമയത്ത് ഡൂവും ഹാവും പുറത്തോട്ട് വരും. ഉത്തരത്തിന്റെ സമയത്താണ് ഹാവിനെ നമ്മൾ വെളിയിലോട്ട് എടുക്കുന്നത്. ഹാവ് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ആരും ഒളിഞ്ഞു കിടപ്പുണ്ടെന്നോ? ഡൂ ഉണ്ട്, ഹാവ് ഉണ്ട്. അതുപോലെ ഡസ്, ഹാവ്, ഇതിനകത്ത് ഹാസ് ഒളിഞ്ഞു കിടപ്പുണ്ട്. അപ്പൊ ഡസ് വരുമ്പോ ഹാസ് അല്ലേ എന്നൊക്കെ നമുക്ക് തോന്നും. ഡസ് വരുമ്പോ ഹാസ് ആണ് ഉത്തരത്തില്. ചോദ്യത്തിൽ എന്ത് ഹാവ് തന്നെയാണ്. കാരണം ഒരു വശത്ത് ഡസ് ഉണ്ട്, അതുകൊണ്ട് ഇപ്പുറത്ത് ഹാവ് മതി, അത്രേ ഉള്ളൂ. ഡസ് പ്ലസ് ഹാവ് ആണ് ഹാസ്. ഡു പ്ലസ് ഹാവ് ആണ്. ഡസ് പ്ലസ് ഹാവ് ഹാസ് ആണ്. ഈ ഒരു കോൺസെപ്റ്റ് ഓക്കെ ആണോ? ഇതറിയാമോ? Yes. യെസ്, ഹു ഇസ് ദിസ്? ഹായ് സർ. I am Okay. Suresh. എന്തുവാണ്? Hello. പറഞ്ഞോളൂ. ഹലോ, യെസ്. ആരാണ്? ഹലോ. Hello. കേൾക്കാം, പറഞ്ഞോളൂ. ആരാണ്? I am Suresh. ഹായ് സുരേഷ് സർ. Hi. Good evening. ഗുഡ് ഈവനിങ്. Okay. ഓക്കെ, നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. I have some problem in my mobile and internet, so I could not join in time. Okay. No problem. Okay. I think you have enough language fluency, right? Actually, this is for basic students, and I think most of the persons have some clarifications in grammar portion also. That's what I did that. Okay. സാറിന് യൂസ്ഫുൾ ആവുന്നത് എടുക്കാൻ. ചിലപ്പോ വളരെ സിമ്പിൾ ആയിട്ട് തോന്നും, ഇതൊന്നും ചിലപ്പോ ആവശ്യമില്ല തോന്നും. No problem. I could understand much more about ഓക്കെ, the വെരി grammar. ഗുഡ്. ആ ഒരു മോഡാണ് നമ്മൾ എപ്പോഴും ലേണിംഗ് മെത്തേഡാണ്. ആ ഒരു ആറ്റിറ്റ്യൂഡ് നിൽക്കുമ്പോൾ നമ്മുടെ അറിവിലേക്ക് കൂട്ടിച്ചേർക്കുക അല്ലെ. ലേൺ ചെയ്ത കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ക്ലാരിഫിക്കേഷൻ ക്ലിയർ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ആ പോർഷൻസ് കവർ ചെയ്യുക, അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് സർ. സ്റ്റേ ദർ. ഓക്കെ, അപ്പോ ഡു പ്ലസ് ഹാവ് ആണ് ഹാവ്. ഡസ് പ്ലസ് ഹാസ് ആണ്, സോറി, ഡസ് പ്ലസ് ഹാവ് ആണ് ഹാസ്. ഇനി ഇത് ചോദ്യമാക്കിയിട്ട് ഞാൻ ഡു വെച്ചിട്ട് പറഞ്ഞു, അതുമാതിരി നമുക്ക് ഡസ് വെച്ചൊന്ന് പറഞ്ഞു നോക്കാം. ഡസ് എന്ന് വെച്ചിട്ട് പറയുമ്പോ അവനുണ്ടോ എങ്ങനെയായിരിക്കാം ചോദിക്കുന്നത്? ആരെങ്കിലും ഒരാൾ മൈക്ക് ഓൺ ചെയ്ത് സംസാരിച്ചോളൂ. അവനുണ്ടോ? അവനാണ്. ഹി, ഷീ, ഇറ്റ്, ഷപ്ന എന്നൊക്കെ സെന്ററിൽ വരുമ്പോ ഇടവും വലവുമായിട്ട് ഡസും ഹാവും ആണ്, മാറണ്ട. ഇനി പറഞ്ഞു നോക്കിക്കോളൂ. അവനുണ്ടോ? നന്നു, ആർ യു ദേർ? മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞോടാ. മിസ്റ്റേക്സ് ആർ നോട്ട് എ പ്രോബ്ലം. കമോൺ. സ്മിതേച്ചി ഒന്ന് വന്നോളൂ, മറ്റുള്ളവർക്ക് ബൂസ്റ്റിംഗ് ആവട്ടെ. വിപിനയ്ക്ക്
റേഞ്ച് ഇഷ്യൂ ആയിരിക്കും അല്ലെ? നമ്മൾ മീറ്റ് ചെയ്യുന്ന സമയത്തും റേഞ്ച് കിട്ടാറില്ലല്ലോ. വിപിനയ്ക്ക് കേൾക്കുന്നുണ്ടോ എന്തോ? എനിവേസ്, Am I audible? യാ യു ആർ. Okay. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, സ്മിതേച്ചി റെഡി അല്ലേ? Okay, I'm ready. ഓക്കെ ഫൈൻ. അവനുണ്ടോ എങ്ങനെയാ ചോദിക്കുന്നത്? അവനുണ്ടോ? Does he have? Does he have? Does he have? Correct. ഇനി അവൾക്കുണ്ടോ? Does she have? കൺഫ്യൂഷൻ വേണ്ട. ഹാവ് തന്നെയാണ്, അവിടെ നിന്ന് മാറില്ലേ. ക്വസ്റ്റ്യനിൽ ഹാവ് തന്നെയാണ്. There is no confusion. Okay, there's no confusion. Okay, fine. Does she have? Does she have? ഇനി അതിനുണ്ടോ ഇതിനുണ്ടോ എന്നൊക്കെയാ? Does it have? വെരി ഗുഡ്. Does it have? Does it have? ഇനി ഷപ്നയ്ക്കുണ്ടോ? ഇനി നിങ്ങൾ നിങ്ങളുടെ പേര് വെച്ചിട്ട് ചോദിച്ചോളൂ. അല്ലെങ്കിൽ ഷപ്ന Does I have? Does I have എനിക്കുണ്ടോ? No. Does സ്മിത have? സ്മിതയ്ക്കുണ്ടോ? Does Suresh Does have? സ്മിത have? Does സ്മിതയ്ക്കുണ്ടോ? Does സുരേഷ് have? Suresh സുരേഷിനുണ്ടോ? Does നന്നു have? നന്നുവിനുണ്ടോ? Does ഷപ്ന have? ഷപ്നയ്ക്കുണ്ടോ? കറക്റ്റ്. ഇത്രയേ ഉള്ളൂ. Yeah. അപ്പോ ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിട്ട് ഡു ആണെന്നുണ്ടെങ്കിൽ ഹാവ് തന്നെയാണ് എൻഡിങ്ങിൽ, ഡസ് ആണെങ്കിലും ഹാവ് തന്നെയാണ് എൻഡിങ്ങിൽ. ഈ വ്യത്യാസം എന്താ? ഡസ് ആണെങ്കിൽ സെൻട്രൽ ഭാഗത്ത് ഹി ഷീ ഇറ്റ്. ഷപ്ന ഞാനൊരു സിമ്പിളായി പറഞ്ഞേ ഉള്ളൂ, ആരുടെ പേരും ഉപയോഗപ്പെടുത്താം. അത് മാറാതിരിക്കാൻ ഞാനൊരു പാട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. സിമ്പിൾ ആണ്. ട്യൂണൊക്കെ നിങ്ങൾക്ക് പുതിയ ട്യൂണൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, നമുക്ക് മ്യൂസിക് കോമ്പസിഷൻ ഒക്കെ നടത്താം. എന്നാലും ഞാനിപ്പോ എന്റെ ഒരു നമുക്കൊരു കാര്യങ്ങൾ പഠിക്കാൻ വേണമെങ്കിൽ ഏത് മെത്തേഡും യൂസ് ചെയ്യാലോ. അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഐ ഹാവ്, യു ഹാവ്, ദേ ഹാവ്, വി ഹാവ്. ക്ലിയർ അല്ലേ? ഐ ഹാവ്, യു ഹാവ്, ദേ ഹാവ്, വി ഹാവ്. അയ്യോ ദേവി എന്ന് ആലോചിക്കുക. അയ്യോ ദേവി, അതിനൊക്കെ ഹാവ് ആണ്. പിന്നെ ഹി ഷീ ഇറ്റ്. ഹി ഷീ ഇറ്റ്. പിന്നെ ഷപ്ന. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ പേര് പറയാം. ഞാനിപ്പോ ഷപ്ന വെച്ചിട്ടാണ് പാടുന്നത്. ഹി ഷീ ഇറ്റ് വരുമ്പോ അതിനുശേഷം അതുപോലെ ഹി ഷീ ഇറ്റ് ഷപ്ന വരുമ്പോ ഹാസ് ആണ്. ഒന്ന് പാട്ട് കേട്ടോളൂ കേട്ടോ. സ്മിതേച്ചിക്കൊക്കെ ഒരു പക്ഷെ അറിയുണ്ടാവും, നമ്മുടെ ഇടയ്ക്ക് സെഷൻസിൽ ഇടയ്ക്ക് വരുന്ന ആളല്ലേ. മേ ബി YouTube. ഓ ഐ സി ഫൈൻ. ഇനി നമുക്കൊന്ന് പാടി നോക്കാതെ. I have, you have, they have, we have. ഒന്ന് പാടിക്കോളൂ. I have, you have, they have, we have. കിട്ടിയല്ലോ അല്ലെ? പിന്നെ അടുത്തത് he has, she has, it has, ഷപ്ന has. He has, she has, it has, ഷപ്ന has. അതായത് രാ 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 രാ. ആ ഒരു ട്യൂൺ കൊടുത്താൽ മതി. I have, you have, they have, we have, it has, she has, it has, ഷപ്ന has. ആർക്കെങ്കിലും ഒന്ന് പാടാമോ നിങ്ങളുടെ പേര് വെച്ചിട്ട്? ട്യൂണൊന്നും മാറി ഒരു കുഴപ്പമില്ല, കോപ്പിറൈറ്റ് ഒന്നും ഇല്ല. ഓക്കെ, പാടാം. നമുക്ക് പാട്ട് പഠിക്കുക എന്നുള്ളത്, അറിയാന്നുള്ളതാണ്. ഗ്രാമർ റൂള് മിസ്റ്റേക്ക് വരാണ്ടിരിക്കാൻ ഒരു ചെറിയ ടെക്നിക്, അത്രേ ഉള്ളൂ. ആർക്കെങ്കിലും come on, ഒന്ന് ശ്രമിച്ചോളൂ. ആരെങ്കിലും ഒരാൾ ഒന്ന് മുന്നോട്ട് വന്നാൽ ബാക്കിയുള്ളവർക്കൊരു ഇൻസ്പിറേഷൻ ആയിട്ട് ഞങ്ങൾക്കും പറ്റും എന്നുള്ള ഒരു ഇത് വരും. അതിനത്ര വലിയ പ്രശ്നമൊന്നുമില്ല, സംഗീതാത്മകം ഒന്നും വേണമെന്നില്ല. ഏകദേശം ഒരു ട്യൂൺ കിട്ടിയാൽ മതി. ഇനി വേറെ ട്യൂൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ട്യൂൺ എടുക്കാം. come on. No one? Anybody? I have. You have. അയ്യോ ദേവി പാടിക്കോളൂ. I have, you have, they have. We have. അയ്യോ ദേവി, അയ്യോ ദേവി ആലോചിച്ചോളൂ. ഇനി പാടിക്കോളൂ. I have, you have, they have, we have. ഓക്കെ, അവിടെ ക്ലിയർ ആയി. ഇനി ഹി ഷീ ഇറ്റ് സാറിന്റെ പേര്.
He has. He has. She has. It They has. uh, It has. he has. She has. He has. സാറിന്റെ പേര്. Radish has. Hi Ratish. Are you a new Yes. member? Yes. Okay, fine. Ratish, what are you doing? എന്താ ചെയ്യുന്നത് സാർ? നിലവിലൊന്നും ചെയ്യുന്നില്ല. ഓക്കെ. എങ്ങനെയാ ഈ ഒരു ലിങ്ക് എവിടെന്നാ കിട്ടിയത്? നമ്മുടെ മാജിക് ഇംഗ്ലീഷ് ക്ലബിലുണ്ടോ? ഇല്ല, നന്നു അയച്ചു ആ, തന്നു. നന്നു. ഓക്കെ, ഫൈൻ, വെരി നൈസ്. ഇപ്പൊ എന്തായാലും കോൺസെപ്റ്റ് കിട്ടിയല്ലോ അല്ലെ? ഹാവ് എന്തിന്റെ കൂടെ, ഹാസ് എന്തിന്റെ കൂടെ? ഐ, യു, ദേ, വി. ഇതിന്റെ കൂടെ ഹാവ്. അയ്യോ ദേവി എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ നമുക്ക് അതിന്റെ കൂടെ ഹാവ് ആണ്. പിന്നെ ഇനിയിപ്പോ വേണമെങ്കിൽ മറ്റത് എങ്ങനെയാ പറയാന്നറിയോ? ഹി, ഷീ, ഇറ്റ് എന്നാണല്ലോ. അപ്പൊ ഹേ ഷീറ്റ് എന്നാലോചിക്കുക. അങ്ങനെയൊന്നും അല്ല, എന്നാലും നമ്മുടെ മൈൻഡിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഹി, ഷീ, ഇറ്റ്, പിന്നെ അതിനുശേഷം അവനവന്റെ പേര് പറയാം. എന്നിട്ട് പാടി നോക്കുക. ഹാസ് ആണ്, അതിന്റെ കൂടെയൊക്കെ ഹാസ് ആണ്. ഇത്രയേ ഉള്ളൂ. ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയ നമുക്കത് ക്ലിയർ ആയി. ഓക്കെ, പ്രാക്ടീസ് ചെയ്യാം. ഐഡിയ കിട്ടിയല്ലോ അല്ലെ? Yes. ഓക്കെ, ഫൈൻ. സോ അപ്പൊ നമുക്ക് നെക്സ്റ്റ് കാര്യത്തിലേക്ക് മൂവ് ചെയ്യാം. ഇതിനെ സംബന്ധിച്ച് തന്നെയാണ് നമ്മൾ നോക്കുന്നത്, വേറെ കാര്യങ്ങളല്ല. ഈ ഹാസിന്റെയും ഹാവിന്റെയും ചുറ്റിപ്പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് തന്നെയാണ്. വളരെ ബേസിക് ആണ്, പക്ഷെ മിസ്റ്റേക്സ് അധികം ആളുകൾക്ക് വരാറുള്ളതാണ്. അത്രയേ ഉള്ളൂ. അപ്പൊ ഉണ്ടോ എന്നുള്ളതിന് നമ്മൾ പറഞ്ഞു, ഡു ഐ ഹാവ്, ഡു യു ഹാവ്, ഡു ദേ ഹാവ്, ഡു വി ഹാവ്. ഡു ഐ ഹാവ്, എനിക്കുണ്ടോ. ഡു ദേ ഹാവ്, അവർക്കുണ്ടോ. ഡു യു ഹാവ്. ഞാൻ ഒന്നുകൂടെ പറയാം. ഐ യു ദേവി വെച്ചിട്ട് ആദ്യം പറയാം, അപ്പൊ അത് ഓർമ്മ കിട്ടും. ഐ യു ദേവി വെച്ചിട്ട് പറയാം. ഡു ഐ ഹാവ്, ഞാൻ ഇങ്ങനെ പറയുമ്പോ ഒന്നെങ്കിൽ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു നോക്കാം, മനസ്സിൽ പറയാം, അല്ലെങ്കിൽ ഉറക്കെ പറയാം. നോ പ്രോബ്ലം. ഓക്കെ, ഉള്ളിലേക്ക് കിട്ടട്ടെ ഇപ്പൊ തന്നെ. ഡു ഐ ഹാവ്, എനിക്കുണ്ടോ. ഡു ഐ ഹാവ്, എനിക്കുണ്ടോ. ഡു യു ഹാവ്, നിനക്കുണ്ടോ. ഡു ദേ ഹാവ്, അവർക്കുണ്ടോ. ഡു വി ഹാവ്, ഞങ്ങൾക്കുണ്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഇനി അത് അവനുണ്ടോ അവൾക്കുണ്ടോ, അത് അടുത്ത പോർഷൻ. ഹി, ഷീ, ഇറ്റ്, ഷപ്ന. ഹി, ഷീ, ഇറ്റ്, ഷപ്ന, ആ പോർഷൻ അത് നോക്കാം. അതും ഉണ്ടോ എന്ന് തന്നെ നമ്മൾ ചോദിക്കണം. അതിപ്പോ ഇങ്ങനെ വരും. ഡസ് ഹി ഹാവ്, ഹാവ് മാറുന്നില്ല, ഡസ് വന്നാലും ഹാവ് തന്നെയാണ്. ഓക്കെ, ചോദ്യം ചോദിക്കുമ്പോ ഡസ് വന്നാലും പുറത്ത് ഹാവ് തന്നെയാണ്. ഡസ് ഹി ഹാവ്, അവനുണ്ടോ. ഡസ് ഹി ഹാവ്, അവനുണ്ടോ. ഡസ് ഷീ ഹാവ്, അവൾക്കുണ്ടോ. ഡസ് ഷീ ഹാവ്, അവൾക്കുണ്ടോ. ഡസ് ഇറ്റ് ഹാവ്, അതിനുണ്ടോ ഇതിനുണ്ടോ എന്നൊക്കെ പറയാം. ഡസ് ഇറ്റ് ഹാവ്, അതിനുണ്ടോ, അല്ലെങ്കിൽ ഇതിനുണ്ടോ എന്നൊക്കെ പറയാം. പിന്നെ ഡസ് ഷപ്ന ഹാവ്, നിങ്ങൾക്ക് നിങ്ങളുടെ പേര് വെച്ച് ആലോചിക്കാം. ഡസ് ഷപ്ന ഹാവ്, ഷപ്നയ്ക്കുണ്ടോ. ഇങ്ങനെയാണ്. ഇത്രയേ ഉള്ളൂ ഉണ്ടോ എന്ന് ചോദിക്കാൻ. പിന്നെ എപ്പോഴാ ഈ ഹാവും ഹാസും നമ്മൾ പറഞ്ഞു, ഡു വരുമ്പോ ഹാവ് ആണ് അല്ലെ, ഡസ് വരുമ്പോ ഹാസ് ആണ്. പക്ഷെ അത് എപ്പോഴാ ഈ ഹാവും ഹാസ് ഒക്കെ വരണേ? ഉത്തരം പറയുമ്പോ. ചോദ്യം ചോദിച്ചാൽ ആൻസർ പറയണല്ലോ. ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയണം, അല്ലെങ്കിൽ നമുക്ക് ഇല്ല എന്ന് പറയണം അല്ലെ. അപ്പൊ ഞാൻ ചോദിക്കുവാണ്, ഡു യു ഹാവ് ബ്രദർ. ഡു യു ഹാവ് എ ബ്രദർ, നിനക്കൊരു സഹോദരൻ ഉണ്ടോ. അപ്പൊ എനിക്ക് സഹോദരൻ ഉണ്ട് എന്ന് പറയാൻ നമ്മളെപ്പോ എന്ത് പറയും? പറഞ്ഞോളൂ. യെസ്, ഐ ഹാവ്. യെസ്, വെരി ഗുഡ്. ഐ ഹാവ് എ ബ്രദർ. എനിക്ക് 2 പേരായതുകൊണ്ട് ഐ ഹാവ് 2 ബ്രദേഴ്സ് എന്ന് ഞാൻ പറയും. ഐ ഹാവ് ഐ ഹാവ് 2 ബ്രദേഴ്സ് എന്ന് ഞാൻ പറയും. ഇനി എനിക്ക് സഹോദരൻ ഇല്ല എന്നാണെങ്കിലോ, അതാരാ പറയുന്നത് നോക്കട്ടെ. എനിക്ക് സഹോദരൻ ഇല്ല, അങ്ങനെയും പറയേണ്ടി വരുമല്ലോ. വേറെ ആരെങ്കിലും ആൻസർ കറക്റ്റ് അല്ല, ഇതാണ് കോമൺ മിസ്റ്റേക്ക് എന്ന് ഞാൻ പറഞ്ഞു. യെസ്. ഐ ഡോണ്ട് ഹാവ് എ ബ്രദർ. എല്ലാവരും പറയാ ഐ ഹാവ് നോ ബ്രദർ, അല്ലെങ്കിൽ ഐ ഹാവ് നോ ബ്രദർ, ഐ ഹാവ് നോട്ട് ബ്രദർ എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയൊക്കെ അത് യൂസേജ് ആണ്. സ്പോക്കൺ ഇംഗ്ലീഷിൽ അങ്ങനെയൊക്കെ പറയാം, കമ്മ്യൂണിക്കേറ്റഡ് ആവുന്നുണ്ടല്ലോ. ബട്ട് റിയൽ ആയിട്ട് ഗ്രാമറ്റിക്കലി റൂൾ വെച്ച് നോക്കുന്ന സമയത്തും
ഏറ്റവും ആപ്റ്റ് എന്ന് പറയുന്നത് ഐ ഡോണ്ട് ഹാവ് ആണ്. ഐ I don't ഡോണ്ട് have. ഹാവ്. യെസ് ഐ ഡോണ്ട് ഹാവ് എനിക്കില്ല. ഉണ്ടെങ്കിൽ ഐ ഹാവ്, യു ഹാവ്, ദേ ഹാവ്, വി ഹാവ്. ഇനി ഇതൊക്കെ ഇല്ല എന്ന് പറയാൻ ഐ ഡോണ്ട് ഹാവ് എനിക്കില്ല, യു ഡോണ്ട് ഹാവ് നിനക്കില്ല, ദേ ഡോണ്ട് ഹാവ് നിനക്കില്ല, വി ഡോണ്ട് ഹാവ് ഐ ഡോണ്ട് ഹാവ് എനിക്കില്ല, യു ഡോണ്ട് ഹാവ് നിനക്കില്ല, അയ്യോ ദേവി, അങ്ങനെ തന്നെ പറയാം. അത് ആ ക്രമം വരുമ്പോഴാണ് അത് തെറ്റാണ്ട് മനസ്സിന് മിസ്സാവാണ്ടിരിക്കുക. ഐ ഡോണ്ട് ഹാവ് എനിക്കില്ല, യു ഡോണ്ട് ഹാവ് നിനക്കില്ല, ദേ ഡോണ്ട് ഹാവ് അവർക്കില്ല, വി ഡോണ്ട് ഹാവ് ഞങ്ങൾക്കില്ല അല്ലെങ്കിൽ നമ്മൾക്കില്ല എന്നൊക്കെ പറയാം. ഡോണ്ട് ഹാവ്, അയ്യോ ദേവി വന്നപ്പോ ഉണ്ട് എന്ന് പറയാൻ ഐ ഹാവ് അല്ലെ, ഹാവ് വന്നു. ഇല്ലെന്ന് പറയാൻ ഡോണ്ട് ഹാവ്. ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? ഈ Yes. പോർഷൻ ഓക്കെ ആണോ എല്ലാവർക്കും? Yes, ma'am. ഓക്കെ, യെസ് ഫൈൻ വെരി ഗുഡ്. അപ്പോ ഡോണ്ട് ഹാവ് എന്നാണ് അല്ലെ. ഇനി ഇപ്പുറത്ത് നമ്മൾ പറഞ്ഞു ഡസ് ഉപയോഗിക്കുമ്പോ മാറ്റം വരണല്ലോ അല്ലെ. ഞാൻ കുറെ നേരം കൊണ്ട് പറയണ്ടേ ഹാസ് വരണം എന്ന്, പക്ഷെ ഹാസിനെ വന്ന് കാണുന്നില്ലേ എപ്പോഴും. ഇപ്പുറത്ത് ഡസ് ഉപയോഗിച്ചപ്പോ അപ്പുറത്ത് എന്താണ്, ഹാവ് തന്നെയാണ്. പിന്നെ എപ്പോഴാ ഹാസ്? ഉത്തരം പറയുമ്പോ. ഞാൻ ചോദിക്കുകയാണ് ഡസ് ഷീ ഹാവ്, ഞാൻ അതെങ്ങനെയായിരുന്നു? ഡസ് അവനുണ്ടോ, അവൾക്കുണ്ടോ, അതിനുണ്ടോ, ഷപ്നയ്ക്കുണ്ടോ എന്നുള്ളതിന് ഡസ് ആണ്. ഹലോ ഹലോ, ഡൗട്ട് ആണോ അതോ വേറെ അവിടെ സംസാരിച്ചതാണോ? കേൾക്കുന്നില്ല. ഹലോ സ്മിതേച്ചി, ഓക്കെ ആണോ? ആം ഐ ഓഡിബിൾ? Yes, yes. അതെ. അതൊക്കെ അവിടെ സംസാരിച്ചതാവും അല്ലേ വേറെ ആരെങ്കിലും? ഡൗട്ട് അല്ലാന്ന് വിചാരിക്കണം അവിടെ സംസാരിച്ചത് അല്ലേ? തോന്നിയത്. ഓക്കെ ഫൈൻ. അപ്പോ അതുപോലെ അതെ, ഓക്കെ ഫൈൻ. അപ്പൊ ഡസ് എന്ന് പറയുന്ന സമയത്ത് ചോദ്യമാണ്, ഉത്തരത്തിലേക്ക് വരുമ്പോ അത് ഹാസ് ആക്കണം. അപ്പൊ എങ്ങനെയാ നോക്കാം. ഡസ് ഹി ഹാവ് എ ബ്രദർ? ഡസ് ഹി ഹാവ് എ ബ്രദർ? അവനൊരു സഹോദരൻ ഉണ്ടോ? ചോദ്യായി. അപ്പൊ എന്താ പറയാ? അവനൊരു സഹോദരൻ ഉണ്ട് എന്ന് പറയണല്ലോ. പറഞ്ഞോളൂ. ഉണ്ട് എന്ന് എങ്ങനെ പറയാം? അവനൊരു സഹോദരൻ ഉണ്ട്. Yes, Yes. he has. യെസ്, വന്നു നമ്മുടെ ഹാസ്. എത്രയേ ഉള്ളൂ. യെസ് ഹി ഹാസ് എ ബ്രദർ, അല്ലെങ്കിൽ അത്രേ ഉള്ളൂ. യെസ് ഹി ഹാസ് എ ബ്രദർ, യെസ് ഷീ ഹാസ് എ സിസ്റ്റർ. ഷീ ആണെങ്കിലും അങ്ങനെ തന്നെ. ഡസ് ഇറ്റ് വർക്ക്? ഇത് വർക്ക് ചെയ്യോ? ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ? ഡസ് ഇറ്റ് വർക്ക്? അതുപോലെ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അല്ലെ. അപ്പൊ അതുപോലെ ഡസ് ഹി ഹാവ്, നമ്മളിപ്പോ തൽക്കാലം ഹാവിൽ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോ ഡസ് ഇറ്റ് ഹാവ്, ഇതിന് എന്താ ചോദിക്കുക? ഇതിനൊരു ഒരു ഇറ്റ് വരുമ്പോഴാണ് ക്വസ്റ്റ്യൻ. എങ്ങനെ ചോദിക്കാം? എന്തെങ്കിലും ഒരു ത്രെഡ് കിട്ടുന്നുണ്ടോ മൈൻഡിൽ? എന്തെങ്കിലും ഒരു സെന്റൻസ് മലയാളത്തിൽ കിട്ടുന്നുണ്ടോ? ഡസ് ഇറ്റ് ഹാവ് വെച്ചിട്ട് ഇതിന് എന്തുണ്ടോന്ന് ചോദിക്കാം നമുക്ക്. ഡസ് ഇറ്റ് ഹാവ്? സ്പേസ് ആയിക്കോട്ടെ, ഒരു സ്ഥലം. ഇതിനൊരു സ്ഥലം, ഇതിന് വേണ്ടുന്ന സ്ഥലമുണ്ടോ, ആവശ്യമുള്ള സ്ഥലമുണ്ടോ എന്നുള്ളത് നമുക്ക് ചോദിക്കാം. ഡസ് ഇറ്റ് ഹാവ് എ സ്പേസ്, എ പ്രോപ്പർ സ്പേസ്? ഡസ് ഇറ്റ് ഹാവ് എ പ്രോപ്പർ സ്പേസ്? ശരിയായ സ്ഥലമുണ്ടോ? ഇങ്ങനെ നമ്മൾ ചോദ്യം ചോദിച്ചു. ഉണ്ട് എന്ന് പറയാൻ യെസ് It has. യെസ് ഇറ്റ് ഹാസ്. അത്രേ ഉള്ളൂ. ഞാൻ പിന്നെ ചോദിക്കാം, നീട്ടി പരത്തി ചോദിക്കുന്നില്ല, സിമ്പിൾ ആയിട്ട് ചോദിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഉത്തരങ്ങൾ നിങ്ങൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മതി. എക്സ്പാൻഡ് ചെയ്യാനൊക്കെ നമുക്കറിയാം. നമുക്ക് മിനിമം അറിഞ്ഞാൽ നമ്മൾ മാക്സിമത്തിലേക്ക് കൊണ്ടുപോകും. ആ മിനിമത്തിൽ എവിടേക്കോ പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് പരമാവധി മിസ്റ്റേക്സ് വരുന്നത്. അത്രേ ഉള്ളൂ. അതങ്ങ് കറക്റ്റ് ചെയ്ത ബാക്കിയൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, ലാംഗ്വേജ് ഒക്കെ ഉണ്ട്. അത്രേ ഉള്ളൂ. എവിടെയാണോ പ്രോബ്ലം ഉള്ളത് അത് റെക്ടിഫൈ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ്. ഡസ് അല്ലെ, ഡസ് വെച്ചിട്ടല്ലേ. നമുക്ക് നോക്കാം. അവനുണ്ടോ? ഒന്നുകൂടെ പറഞ്ഞോളൂ. Does he have? ഡസ് ഹി ഹാവ്? അവനുണ്ടോ? അവനുണ്ട്. Yes, Yes, he has. has. യെസ് ഹി ഹാസ്. അവനുണ്ട്. നമ്മൾ മലയാളത്തിലൊക്കെ പറയുമ്പോ അവന് വീടുണ്ടോ? അവന് വീടുണ്ട് എന്നൊക്കെ. ഉണ്ട്.
ഇല്ല, അവനില്ല. അവനുണ്ടോ? ഉണ്ട്. ഇല്ല. അത്രയ്ക്കല്ലേ പറയുള്ളൂ. അത്ര ആലോചിച്ചാൽ മതി. യെസ്, ഹി ഹാസ്. അവൾക്കുണ്ടോ? എങ്ങനെ ചോദിക്കാം? Does she have? He have. ഡസ് ഷീ Have. ഹാവ് മാറുന്നില്ല, ചോദ്യല്ലേ. ഡസ് Yes. ഷീ ഹാവ്. He have. അപ്പൊ അവൾക്കുണ്ട് എന്ന് പറയാൻ Yes, Yes, she she has. യെസ് ഷീ Has. has. ഹാസ്. അത്രേ ഉള്ളൂ. യെസ് ഷീ ഹാസ്. അതിനുണ്ടോ? അതിനുണ്ടോ? Does it have? Does Does it it have? Have. Have. യെസ് Does യെസ്. it ഡസ് have? ഇറ്റ് ഹാവ്. ഡസ് ഇറ്റ് ഹാവ് ചോദ്യാണ്. ഡസ് ഇറ്റ് ഹാവ്? അതിനുണ്ടോ? അപ്പൊ അതിനുണ്ട്. ഉണ്ടെന്ന് പറയാൻ Yes, Does it it has. It has. യെസ് ഇറ്റ് has. 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 ഇറ്റ് ഹാസ്. പിന്നെ ബാക്കി എന്താണോ വെച്ചാൽ നമുക്ക് ആ ഹാസിനും ഹാവിനൊക്കെ ശേഷം പറയാം. അത്രേ ഉള്ളൂ. വേറെ കാര്യങ്ങളൊന്നും ഇല്ല അതിനകത്ത്. ഈ ജസ്റ്റ് മെയിൻ സംഭവം മനസ്സിലാക്കിയാൽ മതി. അതിന്റെ ഒരു കോണ്ടന്റ് എന്താണ് സംഭവം അത്ര ഇട്ടല്ലേ. അതിന്റെ ടെക്നിക്ക് പിടികിട്ടിയാൽ മതി. ഇത്രേ ഉള്ളൂ. അതുപോലെ ഷപ്നയ്ക്കുണ്ടോ? എങ്ങനെ ചോദിക്കാം? Does Does Shabna have? Shabna Have. Yeah, that's it. Does Shapna have? Does Shapna Suresh have? Does Smita have? Does Radish have? Does Nanu have? Does Shahrukh have? അത് തന്നെ. ഒരാളുടെ പേരിന് ശേഷമാണ് നമ്മൾ ഡസ് വെച്ചിട്ട് പറയുന്ന സമയത്ത് കേൾക്കാമോ? Yes, എന്റെ ടോക്ക് ബാക്ക് ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ചോദിച്ചത്. കേൾക്കാമല്ലോ അല്ലെ? ഓഡിബിൾ വിഷയങ്ങളൊന്നും ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന് നമ്മൾ ഡസ് ഹി ഹാവ്, ഡസ് ഷീ ഹാവ്, ഡസ് ഇറ്റ് ഹാവ്, ഡസ് ഷപ്ന ഹാവ് എന്നൊക്കെ ചോദിച്ചു. യെസ് വെച്ചിട്ട് പറയുമ്പോ നമുക്കറിയാം ഹി ഹാസ്, ഷീ ഹാസ്, ഇറ്റ് ഹാസ്, ഷപ്ന ഹാസ് എന്ന് വെച്ചിട്ട് പറഞ്ഞു. ഇനിയിപ്പോ ഇല്ല എന്ന് പറയണമെങ്കിലോ അങ്ങനെയും പറയണല്ലോ അല്ലെ? അങ്ങനെയും പറയണം. അവനില്ല എങ്ങനെ പറയും? ഒന്ന് പറഞ്ഞു നോക്കോളൂ. അവനില്ല. He doesn't have. He doesn't have. യെസ് യെസ്, എക്സാക്ട്ലി. അതായത് നമ്മൾ ആദ്യം എനിക്കില്ല, നിനക്കില്ല, ഞങ്ങൾക്കില്ല, അവർക്കില്ല എന്നൊക്കെ ഉള്ളതിന് ഐ ഡോണ്ട് ഹാവ് ആ പറഞ്ഞേ. ഓർമ്മയുണ്ടല്ലോ? ഐ ഡോണ്ട് ഹാവ്, യു ഡോണ്ട് ഹാവ്, they don't have, we don't have അങ്ങനെയാ പറഞ്ഞ. ഇനി അത് നമ്മള് ഹി ഷീ ഇറ്റിലേക്ക് ഒന്ന് മാറ്റി പ്രതിഷ്ഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരും. എങ്ങനെയാണ്? ഹി ഡസിൻ അല്ല, ഹി ഡസിന്റ് ഹാവ്, ഡസ് നോട്ടിന്റെ ചുരുക്കം. അല്ലാതെ ഹാസ് നോട്ടോ ഹാസ് നോന്നോ ഒന്നും പറയാൻ പാടില്ല. ഹി ഡസിന്റ് ഹാവ്, അവനില്ല. He doesn't have. ആ ടി ഒന്നും കേൾക്കില്ല നമ്മള് സ്പീഡിലങ്ങ് പറയുമ്പോ. He doesn't have. She doesn't have. It doesn't have. ഷപ്ന doesn't have. അങ്ങനെ ഒന്ന് നോക്കാം. ഞാൻ ചോദിക്കാൻ നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ. അവന് സിമ്പിൾ, ഞാൻ ചോദിക്കുന്ന സെന്റൻസ് സിമ്പിൾ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് മുതിർന്നവർ എന്നുള്ള അർത്ഥത്തിൽ വരുമ്പോൾ വലിയ വലിയ വാചകങ്ങൾ ആവശ്യം വരും. പക്ഷെ ഞാൻ ഇവിടെ ക്ലാസ് കൊടുക്കുമ്പോൾ സിമ്പിൾ സെന്റൻസുകൾ, എക്സാമ്പിൾസ് ആണ് പോവാ. എല്ലാവർക്കും മനസ്സിലാവണല്ലോ, അതുകൊണ്ടാണ്. അപ്പോ അവന് കാറില്ല, അവന് കാറില്ല. ഹി പറഞ്ഞോളൂ. He doesn't have a car. Yeah, fine. He doesn't have a car. He doesn't have a car. He doesn't have a car. അത്ര തന്നെ. ഇനി അവൾക്ക് എന്താ പറയുന്നത്? അവൾക്ക് ഉടുപ്പില്ലേ? ഫ്രോക്ക് ഇല്ല. അവൾക്ക് ഫ്രോക്ക് ഇല്ല. He doesn't have a frock. He doesn't have a frock. Yes, exactly. She doesn't have a frock. She doesn't have a frock. ഇനി അതിന് എന്താ പറയുക? അതിന് ഫ്ലോ ഇല്ല. നമ്മൾ പറയില്ല ഒഴുക്ക്, ഫ്ലോ. അതിന് ഫ്ലോ ഇല്ല. It doesn't have flow. പറഞ്ഞോളൂ. അത് തന്നെ. It doesn't have flow. It doesn't have flow. It doesn't have flow.
ഇറ്റ് ഡസന്റ് ഹാവ് ഫ്ലോ. അത്രേ ഉള്ളൂ. ഷപ്നയ്ക്ക് സമയമില്ല. ഷപ്നയ്ക്ക് സമയമില്ല. Shapna doesn't have time. ഷപ്ന doesn't have time. നമ്മൾ കേട്ടിട്ടുണ്ടാവും അങ്ങനെയൊക്കെ പറയുമ്പോൾ ഷപ്ന ഹാവ് നോ ടൈം, ഷപ്ന ഹാസ് നോ ടൈം, നോട്ട് ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് പറയാറുണ്ട്. അതല്ല, എങ്ങനെയാണ്? ഷപ്ന doesn't Doesn't have have time. Shapna time. doesn't have time. Shapna doesn't have time. Smita doesn't have Smita doesn't have എന്താണ്? സ്മിത ചേച്ചിക്ക് എന്താ ഇല്ലാത്ത? എന്തെങ്കിലും കൊണ്ട് പറഞ്ഞോളൂ. Smita doesn't have An umbrella. very good. Smita doesn't have an umbrella. Smita doesn't have an umbrella. സുരേഷ് സാറിന് എന്താ ഇല്ലാത്ത? ചുമ്മാ പറഞ്ഞോളൂ എന്തെങ്കിലും. ഒരുപാട് വലിയ സംഭവം ആലോചിക്കണ്ട, ചുമ്മാ സിമ്പിൾ. സുരേഷ് doesn't I have അല്ല doesn't have അല്ലല്ല Suresh ഐ വരുമ്പോ ഐ ഡോണ്ട് ഹാവ് അല്ലേ? I don't have. Okay. അതാണ് അവിടെ, അത് കഴിഞ്ഞു. അപ്പൊ പ്ലൂരൽ ആണത്. ഐ ശരിക്കും ഒന്നാണെങ്കിലും ബഹുവചനായിട്ടാണ് ഐനെ പരിഗണിക്കുന്നത്. അതുകൊണ്ട് നമ്മളത് അയ്യു ദേവി കാറ്റഗറിയിൽ പോകുമ്പോ അവിടെ ഡോണ്ട് ഹാവ് ആണ്. ഇതിപ്പുറത്തേക്ക് വന്നു. ഇതിപ്പുറത്തേക്ക് വന്നു. ഹീയും ഷീയും ഇറ്റും അവനവന്റെ പേരൊക്കെ വരുന്ന സമയത്ത് അത് ഡസ്സിലാ വരുന്നത്. ഡസ് കാറ്റഗറിയിലേക്ക് ഇങ്ങോട്ടേക്ക് വന്നു. അപ്പൊ എന്താണ് സുരേഷ്? Doesn't have a job. doesn't have Doesn't have a job. Suresh doesn't have a job. Suresh doesn't have a job. Okay, fine. Radish, A job. പറഞ്ഞോളൂ. Radish doesn't have. Nannu doesn't have. കേൾക്കുന്നുണ്ടോ? വിപിന doesn't have. കേൾക്കുന്നുണ്ടാവെന്ന് വിചാരിക്കണം. നമ്മൾ സാധാരണ ഗൂഗിൾ മീറ്റ് ആണ് വെക്കാറുള്ളത്. ആ സമയത്ത് ഇത് പിന്നെ കേൾക്കുന്ന സമയത്ത് കേട്ടാൽ കേട്ടു, പിന്നെ ഉണ്ടാവില്ല. നിങ്ങൾക്ക് എന്തായാലും ക്ലാസ് പിന്നീട് എവിടെയെങ്കിലും ക്ലാരിഫിക്കേഷൻ നീഡഡ് ആണെങ്കിൽ അപ്ലോഡ് ചെയ്യും. സോ ആ സമയത്ത് നിങ്ങൾക്ക് കേൾക്കാം. ഓക്കെ, ഇത്രയുമാണ് ജസ്റ്റ് പറയാനുണ്ടായിരുന്നത്. ഇനി ഒറ്റ കാര്യം കൂടെ, നിങ്ങൾക്കത് സമയം നോക്കട്ടെ. ഓക്കെ, 8:10. സോ ഒറ്റ കാര്യം കൂടെ ഇതിനകത്തോട്ട് ചേർക്കാൻ. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെയാണ് എല്ലാവർക്കും? ഇതൊക്കെ മനസ്സിലായോ? എവിടെയെങ്കിലും ഈ ഇന്ന് പറഞ്ഞേക്കുന്നതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അയ്യോ, കേൾക്കണില്ല. ഓക്കെയാണ്. ഓക്കെ, ഫൈൻ. അപ്പോ നമ്മളിത് ചോദ്യങ്ങൾ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഇനി എത്ര ഉണ്ട് അല്ലെ, എത്രയുണ്ട് എന്നുള്ളത് ചോദിക്കാം. നിനക്ക് അങ്ങനെ ചോദിക്കാം. നിനക്ക് എത്ര സഹോദരന്മാരുണ്ട്? ഹൗ മെനി brothers? How many brothers? How many brothers? Do you have? നിനക്കാണ്. You have. How many brothers do you have? വെരി ഗുഡ്. കാരണം അയ്യു ദേവി വന്നാല് അയ്യു ദേവി, അത് സെന്ററിൽ വന്നാൽ ഇപ്പുറത്ത് ആരെ പിടിച്ചിടണം? ഇടത് ഭാഗത്ത് ധൈര്യത്തിനായിട്ട് ഒരു ഡൂനെ കൊടുക്കണം, വലത് ഭാഗത്ത് ധൈര്യത്തിനായിട്ട് ഹാവിനെ കൊടുക്കണം. ഡു ആണ്. അപ്പൊ അവിടെ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ എന്നുള്ളത് ഒരു വിഷയമല്ല, ആർക്കാണ് എന്നുള്ളതാണ്. ഹൗ മെനി ബ്രദേഴ്സ് ഡു യു ഹാവ്? നിനക്ക്. യു ഹാവ്. ഹൗ മെനി ബ്രദേഴ്സ് ഡു യു ഹാവ്? നിനക്ക് എത്ര സഹോദരന്മാരുണ്ട് എന്നാണ്. ഇനി നിനക്ക് എത്ര സിസ്റ്റേഴ്സ് ഉണ്ട്? അങ്ങനെ ചോദിച്ചോളൂ, പെട്ടെന്ന് പറഞ്ഞോളൂ. ഇതേ ഫ്ലോ തന്നെ പോട്ടെ. Do you have? ഹൗ മെനി സിസ്റ്റേഴ്സ് ഡു യു ഹാവ്? അത്രേ ഉള്ളൂ. ഹൗ മെനി സിസ്റ്റേഴ്സ് ഡു യു ഹാവ്? അവർക്ക് എത്ര സുഹൃത്തുക്കളുണ്ട്? അവർക്ക് എത്ര സുഹൃത്തുക്കളുണ്ട്? How many friends do they have? How many friends do you have? അവർക്ക്. How many? സോറി ഒന്നുമില്ലേ, മിസ്റ്റേക്ക് വന്ന സാധ്യത തിരുത്തിയാടി. How many brothers do they have? How many brothers do they have? How many brothers do they have? How many sisters? Friends ആണല്ലേ നമ്മൾ പറഞ്ഞ. How many friends do they have? How many friends? എത്ര സുഹൃത്തുക്കളുണ്ട്? Do ആർക്കാണ്? They. Do they have?
ദേ വന്നതുകൊണ്ട് അവിടെ ഇപ്പുറത്ത് ഡു ആണ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. തുടക്കത്തിൽ എന്താണോ എന്നുള്ളതേ അല്ല, ഉള്ള കാര്യമാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അത്രേ ഉള്ളൂ. ഹൗ മെനി ബ്രദേഴ്സ് ഡു യു ഹാവ്? ഹൗ മെനി സിസ്റ്റേഴ്സ് ഡു ദേ ഹാവ്? ഞങ്ങൾക്ക് എത്ര ഷോപ്പുകളുണ്ട്? ഞങ്ങൾക്ക് എത്ര ഷോപ്പുകളുണ്ട്? കടകൾ. പറഞ്ഞോളൂ. ഹൗ മെനി do we have? ഹൗ മെനി ഷോപ്സ് Do ഡു we have? we have? How many shops do have? we have? Do we How have? many shops do we have? Clear അല്ലേ? Is it clear for you? Yes. അത്രേ Yes, ഉള്ളൂ. yes. നേരത്തെ പറഞ്ഞ സെയിം സംഭവം. അതിന് തുടക്കത്തിൽ എന്ത് ചേർത്തിട്ടുണ്ടെന്നേ ഉള്ളൂ, ഹൗ മെനി ചേർത്തു എന്നേ ഉള്ളൂ. ആ ഹൗ മെനി ചേർക്കുമ്പോ ഇപ്പുറത്തെ തെറ്റുണ്ടോ നോക്കിയതാ, അത്രേ ഉള്ളൂ. ഇനി ഡസ് വെച്ചിട്ടും കൂടെ നോക്കിയാൽ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഡൂവും ഡസും ക്ലിയർ ആയി. ഇത്രേ ഉള്ളൂ ഡസും ഡൂവും. ഓക്കെ. ആൻഡ് ലാസ്റ്റ് വൺ, ഈ ഹൗ മെനി വെച്ച് മാത്രമല്ല, മാക്സിമം ക്വസ്റ്റ്യൻ വേർഡ്സ് ഒക്കെ വെച്ച് നമുക്ക് ആവശ്യമെങ്കിൽ ബേസ് മനസ്സിലായ ബാക്കിയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ്, അവന് എത്ര കസിൻസ് ഉണ്ട്? അവന് എത്ര കസിൻസ് ഉണ്ട്? അവനാണേ, ശ്രദ്ധിച്ചോളൂ. How many അവന് cousins does she have? Does she have? അവന് Does he have? How many cousins does he have? പറഞ്ഞോളൂ, എല്ലാരും പറഞ്ഞോളൂ, എന്നിട്ട് ഞാൻ റെസ്പോണ്ട് ചെയ്യാം. How How many many brothers? cousins? Cousins, How cousins. many Cousins. cousins does he have? Yeah, exactly. Yes, we have. അത്രേ ഉള്ളൂ. How many cousins? എത്ര cousins? How many cousins does Does he have? have? How many He cousins does he have? Yes, അത്രേ we ഉള്ളൂ. have. ഇനി അവൻ കഴിഞ്ഞു. ഇപ്പൊ പിന്നെ ആരാണ്? ഷി, അവളാണ്. അവൾക്ക് എത്ര ശത്രുക്കളുണ്ട്? അവൾക്ക് എത്ര ശത്രുക്കളുണ്ട്? എനിമീസ് എന്നാണ്. Enemies. How many enemies does she have? പറഞ്ഞോളൂ. പറയുള്ളത് പറഞ്ഞോളൂ. ഒരാൾ പറഞ്ഞു വെച്ചിട്ട് മിണ്ടാണ്ടിരിക്കണ്ട. നിങ്ങൾക്ക് മനസ്സിലേക്ക് ഉറക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാരും പറഞ്ഞോളൂ. ഹൗ മെനി Enemies does she have? How many enemies does she have? How many Have. enemies does she have? അത്ര തന്നെ. ഇനി അതിന് എത്ര ലീഫ് ഉണ്ട്? ഇപ്പൊ നമ്മൾ ഫാൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തിന്റെങ്കിലും വാട്ട് എവർ ഇറ്റ് ഇസ്, നമുക്കൊരു സെന്റൻസ് വേണമല്ലോ. ഓക്കെ. അതിന് എത്ര ലീഫുകളുണ്ട്? ലീഫ് എന്നുള്ളത് നമ്മൾ LEAF ലീഫ്, ഇല, അല്ലെങ്കിൽ അതിന്റെ ഇതൾ എന്നൊക്കെ വെച്ചിട്ട് പറയാല്ലേ, അതിന്റെ ഒരു ലീഫുകൾ. അപ്പൊ എഫ് മാറ്റിയിട്ട് ഒന്നിൽ കൂടുതലാവുമ്പോൾ VES ആവുന്നുണ്ട്. LEAVES ലീവ്സ് എന്ന് വരും. അപ്പൊ അതിനെത്ര ലീവ്സ് ഉണ്ട്? അതിനാണ് How many leaves does it have? വെരി ഗുഡ്. ഹൗ മെനി ലീവ്സ് ഡസ് ഇറ്റ് ഹാവ്? ഹൗ മെനി ലീവ്സ് ഡസ് ഇറ്റ് ഹാവ്? യാ, ഫൈൻ. വെരി ഗുഡ്. ഇനി ഷബ്നയ്ക്ക് എത്ര സുഹൃത്തുക്കളുണ്ട്? How many friends does Shabna have? How many friends does Shafna Shabna have? Okay, fine. നിങ്ങൾക്കിപ്പോ എന്തിന്റെ കൂടെയാണ് ഹാവ്, ഏതിന്റെ കൂടെയാണ് ഹാസ് എന്ന് ക്ലിയർ ആയിട്ടുണ്ടാവും. ഉത്തരം പറയുമ്പോ ഹാസിനെ പുറത്തോട്ട് എടുക്കുക. ഒരു ഫോർമുല പറഞ്ഞുതരാം, അത് മനസ്സിലേക്ക് ഉറപ്പിച്ചോളൂ. വേറെ ഒന്നും തെറ്റാനില്ല. അത്രേ ഉള്ളൂ. ഡു പ്ലസ് ഹാവ് ഹാവ് ആണ്. ഡു പ്ലസ് ഹാവ് ആണ്. അതായത് ഡു പ്ലസ് ഹാവ് എന്ന് പറഞ്ഞാൽ ഹാവ് ആണ്. അത് നമുക്ക് ചോദ്യത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഹാവ് എന്ന് പറയുമ്പോൾ അതൊരു ചോദ്യമാക്കി മാറ്റുമ്പോൾ നമുക്ക് അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കാനുള്ളത് ഡൂവിനെയാണ്. ഡൂവിന്റെ പുറത്തേക്ക് നമ്മൾ ചോദ്യമാക്കുന്ന സമയത്ത് ഡൂവിനെ വെളിയിലോട്ട് എടുക്കുന്നു. അത്രേ ഉള്ളൂ. ഇനി ഹാസ് എന്ന് പറയുമ്പോൾ അത് ഉത്തരത്തിലേക്ക് വരും. അത് വെച്ചിട്ട് നമുക്കൊരു ചോദ്യം ഉണ്ടാക്കണം. ആ സമയത്ത് നമുക്ക് ഹാസിനെ പുറത്തോട്ട് എടുക്കുമ്പോൾ പിന്നെ ഹാസ് ആയിട്ട് ഒരു ബന്ധമില്ലാത്ത ഡസും ഹാവും തന്നെയാണ്. ഹാവ് മാറില്ല. അപ്പൊ ഇങ്ങനെ നോക്കാം. ഡു പ്ലസ് ഹാവ് ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ. ഡു പ്ലസ് ഹാവ്. ഓക്കെ. ഡു പ്ലസ് ഹാവ്. അടുത്തത് ഡസ് പ്ലസ് ഹാവ് ഹാസ്. ഡസ് പ്ലസ് ഹാവ് ഹാസ്. ഇത്രയേ ഉള്ളൂ. ഇനി ഡോണ്ട് ഇല്ല എന്ന് പറയാൻ വേണ്ടിട്ട് ഡോണ്ട് ഹാവ്.
Don't ഹാവിന്റെ കൂടെ have. ആകുമ്പോ ഡോണ്ട് ഹാവ്. Don't have. ഡോണ്ട് ഹാവ് ഇല്ല. Don't have. അത് ഇല്ല എന്ന് തന്നെ പറയാൻ നമ്മള് സിംഗുലർ വരുമ്പോ ഡസിന്റ് ഹാവ്. Doesn't have. ഡസന്റ് ഹാവ്. ആ ഇത് നമ്മൾ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇൻഡ് എന്നൊക്കെ പറയുന്നത്. നമ്മൾ പറയുമ്പോ ശരിക്കും അങ്ങനെ കേൾക്കത്തില്ല, ടി ഒന്നും കേൾക്കത്തില്ല. ഡോണ്ട് ഹാവ്, ഡസന്റ് ഹാവ് അങ്ങനെയൊക്കെ പറയത്തുള്ളൂ. ഡസിന്റ് എന്നൊന്നും കേൾക്കില്ല. അത് ക്ലിയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് പറയുന്ന ഡസിന്റ് ഹാവ്. ദാറ്റ്സ് ഇറ്റ്. ഇത്രയേ ഉള്ളൂ. I have, you have, they have, we have, he has, she has, it has, Shapna has. Is it okay for you? Are you Yes. happy with Yes. today's class? Yes, Yes. ma'am. Okay, Very thank you happy. so much for cooperating. Hi Okay. everyone. Next Sunday, inshallah, meet ചെയ്യാം. Till then take care. ഇതിന്റെ ഒരു Okay. എക്സ്റ്റൻഷനുമായിട്ട് കൂടുതൽ പേരിലേക്ക് നമ്മുടെ സെഷൻ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. Thank you so much for everyone. Have a nice Thank day. you. Thank Okay. you. you. You're welcome. Thank you. Bye. Okay.